അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ ഇന്നലെ പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗത്തോടെയാണ് ഞാൻ ഈ ഷോ തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, ഈ കർത്ത പറഞ്ഞു എന്ന് പറയുന്ന മൊഴി പോലും മാധ്യമ സൃഷ്ടി ആണ് എന്നാണ്. ഈ റിപ്പോർട്ട് ED അഡ്ജുഡിക്കേഷൻ അതോറിറ്റിക്ക് മുൻപ് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ്, ഔദ്യോഗിക രേഖയാണ്. ആ രേഖയുടെ ചിത്രങ്ങൾ സഹിതം ഇന്ന് മാധ്യമങ്ങളിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇരവാദം വിലപ്പോവുമോ? അല്ല, ഇത് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ, ആദ്യം പറഞ്ഞിരുന്നത് CPM-നെ ആദ്യമായിട്ട് പ്രതിരോധിച്ചത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, അതിന് നിങ്ങൾക്കെന്താണ്? അവിടെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ല. 2 കമ്പനികളിൽ ഒരു കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ KSIDCക്ക്, അതായത് സംസ്ഥാന സർക്കാരിന് 13% ഷെയറുണ്ട് എന്ന് പറയുകയും KSIDC ഞാൻ കൊടുത്ത കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വാദം പൊളിഞ്ഞത്. അതിനുശേഷം പറഞ്ഞു പെൻഷൻ കാശുകൊണ്ട് മകൾ ഒരു വ്യവസായം തുടങ്ങി, ആ വ്യവസായം തുടങ്ങുന്നതിന് ഒരു പെൺകുട്ടി ഒരു വ്യവസായം തുടങ്ങുന്നത് തെറ്റാണോ? അതായിരുന്നു രണ്ടാമതായിട്ടുള്ള വ്യാഖ്യാനം. ആ പെൺകുട്ടിയുടെ വ്യവസായം പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ കമ്പനിയുടെ, അതായത് ഈ ആരോപിത വിധേയമായ ആ കമ്പനിയുടെ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും ഏറെക്കുറെ 1 കോടി രൂപയിലടുത്ത് 50 ലക്ഷം രൂപ മുതൽ 85 ലക്ഷം രൂപ വരെയുള്ള തുക അവരുടെ സ്വകാര്യ പണമിടപാട് കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വെറും കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളല്ല, മാത്രമല്ല 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ല എന്ന് ബോധ്യപ്പെടുന്നതായി. പിന്നീട് വീണയെ ചോദ്യം ചെയ്തപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വീണയ്ക്കോ വീണയുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥർക്കോ ഈ പറയുന്ന ആരോപണ വിധേയമായ കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർക്കോ അതിൻ്റെ ഡയറക്ടർമാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ എക്സാലോജിക് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ കഴിയാതെ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2024 ഈ പറയുന്ന കരിമണൽ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ, ഞാൻ ഈ പേര് പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്ക് ഈ പേരുകൾ പറയുന്നതിന് കോടതിയിൽ നിന്നും വിലക്കുണ്ട്. അങ്ങനെ ഒരു സ്റ്റേ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പേരായതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ വ്യക്തിയുടെ മൊഴി പ്രകാരം, 2024 മൊഴി പ്രകാരം ഇത് ഏതെങ്കിലും സേവനങ്ങൾ ലഭിച്ചതുകൊണ്ടല്ല, മറിച്ച് ശ്രീ പിണറായി വിജയനുമായിട്ടുള്ള സൗഹൃദത്തിന് നിമിത്തം അതിനുവേണ്ടി പിണറായി വിജയന് വേണ്ടി കൊടുത്തതാണ് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായി ഒന്നും ഈ കേസിൽ പുറത്തു വരാനായിട്ടില്ല. അത് പുറത്തു വന്ന സ്ഥിതിക്ക് പുള്ളി അദ്ദേഹത്തിന് ആ മൊഴി, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു കാര്യത്തിന് വ്യക്തതയുണ്ട്. ആ മൊഴി സത്യമാണെങ്കിൽ അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നു എന്ന് തന്നെ. കാരണം മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞു, മാധ്യമ സൃഷ്ടിയല്ല ഇത്. സ്വത്തുക്കൾ ഇപ്പം നിലവിലുള്ള തിരിമറി നടന്ന സാഹചര്യത്തിൽ വീണയുടെയും മറ്റു പ്രതികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അതിനെ അറ്റാച്ച് ചെയ്യാനുമുള്ള നടപടികൾ ED ആരംഭിച്ചതിൻ്റെ ഫലമായി അഡ്ജോയിൻമെൻറ്റ് അതോറിറ്റിക്ക് ED കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഇന്ന് അതെല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നത്തെ ദിവസം പിണറായി വിജയൻ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു മാധ്യമങ്ങൾക്കും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം എന്ത് പ്രതികരിക്കും, ഇതിന് എന്തെങ്കിലും നാളെ രാവിലെ മറ്റെന്തെങ്കിലും കാണിച്ചോട് വരും. വലതുപക്ഷ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിൻ്റെ ഫലമാണ് ഇതെന്നൊക്കെ നാളെ വിശദീകരണം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ കേസ് അദ്ദേഹം പറഞ്ഞ് എന്നെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് പിണറായി പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ തന്നെ ലക്ഷ്യം വെച്ചാണ് ഈ കേസ് ഞാൻ നിയമ പോരാട്ടം നടത്തിയത്. കാരണം വീണ ഇതിനകത്തൊരു കണ്ണിയല്ല. വീണ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പണം അവരുടെ കമ്പനി വഴി കൈപ്പറ്റി എന്നൊഴിച്ചാൽ വീണ ഇതിനകത്ത് വേണമെങ്കിൽ മാപ്പ് സാക്ഷിയാക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം മുഖ്യമന്ത്രി ആ കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള കൈക്കൂലി 186 കോടി രൂപയുടെ തിരിമറിയാണ് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനത്തിലല്ല, ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നടന്നിട്ടുള്ളത്. അതിൽ 13.4% എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 25 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന് അതുവഴി ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളാണ് പ്രതി. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സർക്കാരിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ള ആളുകൾ സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ളത് സർക്കാരുമായിട്ടോ നേരിട്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അതുതന്നെ ഗുരുതരമായ തെറ്റാണ്.
മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സർക്കുലറുണ്ട്. ഏതെങ്കിലും തരത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആരുടെ ബന്ധുക്കളും ഒരു തരത്തിലും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ വ്യവസായങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇനിയും ധാരാളം വരാനുണ്ട്. ഇത് ഒരു മഞ്ഞുമലയുടെ തുടക്കമാണ്. മാത്രമല്ല ഈ പിണറായി വിജയനും കൊണ്ട് ഈ കേസ് അവസാനിക്കുമെന്ന് ആരും കരുതരുത്. കാരണം ഈ 186 കോടി രൂപ എവിടെ പോയി എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുണ്ട്. അത് മാത്രമല്ല ഇവരിൽ നിന്നും പിണറായി മാത്രമാണോ പണം കൈപ്പറ്റിയത്? അതിനപ്പുറത്തേക്ക് ആരൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ട്? പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ച കുറേ ആളുകളുണ്ട്. പക്ഷേ അവർ സമ്മതിച്ച തുകയൊന്നും അല്ല ഈ പറയുന്ന ഈ കരിമണൽ കമ്പനിയുടെ ഡയറക്ടറുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. കൂടുതൽ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ എന്ന് പറയുന്നത് ഗൾഫിന് പെട്രോൾ എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ഇനി വരുന്ന കാലത്ത് ഇലക്ട്രോണിക് യുഗമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാറ്ററികളുടെ യുഗമാണ്. അതിൽ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ ഹാർഡ് അയണാണ്, അല്ലെങ്കിൽ ഹാർഡ് മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനമാണ് ബാറ്ററി ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും അധികം റോ മെറ്റീരിയൽ കൊടുക്കാൻ കഴിയുന്ന കേരള തീരത്തെ ഈ കരിമണലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ഇത് ആരൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി? 200 കോടി രൂപ കൈക്കൂലി കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ട്? അങ്ങനെ എത്ര കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഷ്ടിച്ചതിനകത്ത് നമ്മൾ ഭയപ്പെടുന്ന തോറിയം ഉൾപ്പെടെയുള്ള ആണവ ആയുധങ്ങൾ സൃഷ്ടിക്കാൻ പോലും പറ്റുന്ന, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ പോലും ഉപയോഗിക്കുന്ന തോറിയം ഉൾപ്പെടെയുള്ള ഈ മിനറൽസ് ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അത് വരുമ്പോൾ ഒന്നാം പ്രതി പിണറായി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ശരി.